ഹായ്, എന്തുണ്ട് വിശേഷം? വേഗം വന്നോളൂ. ഗീതച്ചെത്തി പിന്നീടല്ല എനിക്ക് ഇത്ര സന്തോഷമൊന്നുമില്ല നിങ്ങളോട് ചിരിച്ച്. ഞാൻ ചിരിക്കാണ്ട് നിങ്ങൾക്ക് വിഷമമില്ല. ഇവിടെ ഭയങ്കര വിഷമമായിട്ട് 2-3 ദിവസമായിട്ട് ഒരാൾക്ക് തീരെ സുഖമില്ല. ഇന്നലെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഓപ്പറേഷനെല്ലാം ചെയ്ത് വെച്ച് കിട്ടിയിട്ടില്ല. ഇല്ല കേട്ടാ, അതെല്ലാം കൊണ്ട് എനിക്കൊരു സന്തോഷമൊന്നുമില്ല. ഞാൻ ആളെ കാണിച്ചു തരാട്ടോ. കണ്ടില്ലേ എൻ്റെ റേഡ് നോക്കറ, എൻ്റെ മണിക്കൂട്ട് തായിലിട്ട് പൊട്ടിച്ചിനിന്ന് അറിഞ്ഞിട്ടല്ല കേട്ടോ, അറിയാണ്ടാന്ന്. എന്നാൽ വേണ്ടി ഭയങ്കര സങ്കടമായി പോയിട്ട് ഇത് ഇല്ലാണ്ടാവുന്നില്ല. ഒച്ചയിലും കേൾക്കുന്നുണ്ടോ? സമാധാനം. പാപ്പാടെ വന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. നീ ആ തുണിയായിട്ട് വെച്ച് കെട്ടിയിട്ട് നീ അവിടെ നിൽക്കുന്നു ഒട്ടിക്കാൻ നോക്കേ. പിന്നെ ആവുകയും ചെയ്യും. പിന്നെ ഞാനുണ്ടല്ലോ പുറത്ത് റൂമിൽ നിന്ന് തയ്ക്കുമ്പം ഞാൻ റേഡിയം വെച്ചിട്ടാട്ടോ തയ്ക്കൽ. കാരണം പിന്നെ നമുക്ക് നേരം കൂടുതല. മുന്നേ ഫോണിൽ അഡിക്റ്റ് ആണ്. അന്നേരം അഭിവാദം അമ്മ റേഡിയം വെക്കുന്ന ഫോണിൽ അഡിക്റ്റ് ആവില്ലല്ലോ എന്ന്. ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞ ഫോൺ റേഡിയോ ഞാൻ ഒന്നിച്ചാൽ കേൾക്കലട്ടാ. പിന്നെ അന്നേരം മണിക്കൂർ മതി അമ്മേനെ കാർന്ന് പഠിക്കണം. അമ്മ 1 മണിക്കൂർ തയ്ച്ചോ, ഞാൻ പിന്നെ 3 മണിക്കൂർ പഠിക്കുന്നു. അത് സന്തോഷം. ഒരുപാട് സമയം തയ്ക്കുമ്പോൾ എനിക്ക് മുട്ടുവേദനയില്ല. എന്നാൽ അങ്ങനെ ആ കാര്യത്തിൽ ഒരു കരാർ അടിസ്ഥാനത്തിൽ ഞാൻ മണിക്കൂറിനും കൂടിയിട്ട് കരാർ വെച്ചു. ഞാൻ തയ്ച്ചു പോകുമ്പോൾ എനിക്ക് റെഡി എടുക്കാൻ മറന്നു പോയിന്ന്. ഇവനാണെങ്കിൽ ബത്തപ്പാട്ടിൻ്റെ ആശാനന്നേ. ഇവ പഠിക്കാൻ കയറിയിട്ട് എന്നാ ചെയ്തെന്നറിയില്ല. ചടപട ഒച്ച കിട്ടി നോക്കുമ്പോൾ എൻ്റെ റേഡ് 2 കഷ്ണമായി നിന്ന് എന്തോ ഭാഗ്യത്തിന് സൗണ്ട് പിന്നെ പോയിട്ട്. ഇതൊരു സങ്കടമല്ലേ നമ്മൾ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പം. അത് ഇല്ലാണ്ടിരിക്കുമ്പോൾ ഒരു വിഷമല്ലേ. എൻ്റെ റേഡിയത്തിന് ഒച്ചയിലുണ്ട്, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പണിയല്ലായി എല്ലാവർക്കും. പിന്നെ ഗീതച്ചെന്തോ പറയാൻ വേണ്ടി പോയി. ഇന്നലെ അഭിനടിച്ചൊരു വീഡിയോ ഉണ്ടായിട്ടേ എല്ലാവരും എന്നെ ഭയങ്കര ചീത്തായിട്ട്, നിങ്ങൾ എന്തിനാ ഗീതച്ച ചക്കനെ ഇങ്ങനെ ചെയ്യുന്ന ബോറ് വീഡിയോ ആയി പോയിട്ടൊന്നുമല്ലോ. അതൊരു തമാശ കിട്ടിയാട്ടോ. ഞാനിങ്ങനെ കൈ ഇങ്ങനെ അവൻ്റെ മുഖത്ത് വെച്ചതേ ഇല്ല. ഓന് വേദനയൊന്നും പറ്റിയില്ല. ബാക്കിയെല്ലാം ഒച്ചയെല്ലാം അവർ എഡിറ്റ് ചെയ്ത് കയറ്റിയതാട്ടോ. പിന്നെ ഓന് 2 അടിയിലെ കുറവുണ്ടായിനി. അത് ഞാനിപ്പോൾ എപ്പോൾ കൊടുക്കൽ പറയാമെങ്കില. പിന്നെ ഉണ്ടല്ലോ 1-2 ആൾ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞേ. ആരെല്ലാന്നറിയാം. ഒന്ന് ശ്രീലത ശ്രീകുമാർ ആലുവ സ്ഥിരം പിന്നെ എനിക്ക് കമൻറ്റിലൂടെ ഞാൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സജിനി ശേഖർ, പിന്നെ ഫൗസിയും പറഞ്ഞ ഗീതച്ച് ഞാൻ അതേ പിന്നെ സബ്സ്ക്രൈബേഴ്സല്ലേ അതേ കമൻ്റ് ഇടയിൽ ഒന്ന് പറയുന്നത്. എല്ലാവർക്കും ഹായ്. എല്ലാവരും വീട്ടിലെല്ലാവരോടും എന്നോട് പിന്നെ ഞാൻ ചോദിച്ചതിന് പറയണം. പിന്നെ ഒരു വന്ദനക്കുട്ടി ഉണ്ട് ഡബക്കളത്തിൽ. എൻ്റെ മോനുമായിട്ട് പരിചയപ്പെട്ടാണ്. ഞാൻ എൻ്റെ മോൻ പറഞ്ഞു അമ്മ എന്തായാലും വന്ദനയുടെ പേര് പറയണം. കാരണം പിന്നെ എൻ്റെ വീഡിയോക്ക് അഡിക്റ്റ് ആണ്. അതിൽ കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ, ഒരു മനസ്സുഖല്ലേ അല്ലേ. ഒരു ഹായ് എല്ലാവർക്കും. പിന്നെ ഹായ്. പിന്നെ മഴയെല്ലാം പോയല്ലേ, ഭയങ്കര ചൂട്. മഴ പോകുമ്പോഴല്ലേ എന്തോ ഒരു ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. മഴയാകുമ്പോൾ മഴയോ മഴ, വെയിലാകുമ്പോൾ വെയില്. നമ്മളെ മലയാളികൾക്ക് ഒന്നും സഹിക്കാൻ കഴിയില്ല, അതാണ് സത്യം. പിന്നെ ഗീതച്ച് പോട്ടെ. ഇപ്പോൾ പപ്പാടെ ചോറുണ്ണാൻ വരാനായി. പിന്നെ ഞാൻ ഇന്നത്തെ കറി വെച്ചിനറിയാം, പുളിങ്കറി വെച്ചിന്. പുളി വെച്ചിട്ടില്ല, പുളിങ്കറി വെച്ചിന്. നിങ്ങൾ വെക്കലുണ്ട് അങ്ങനെ ഗീതച്ച് വലിയ വീഡിയോസിലെല്ലാം കാണിച്ചിട്ട് പുളി വെച്ച പുളിങ്കറി വെച്ചിന്. പിന്നെ മുരിങ്ങ ചപ്പ് ഉപ്പേരി വെച്ചിന്. പിന്നെ കൊണ്ടാട്ട മുളകുണ്ട്. പിന്നെ പപ്പടമുണ്ട്. പോരെ, അച്ചാറുണ്ട്. മതിയല്ല. എന്നാൽ പിന്നെ ഗീതച്ച് നാളെ കുഞ്ഞു വീഡിയോയിൽ പിന്നെയും വരാം. സ്വന്തം ഗീതച്ച്.